കാസർഗോഡ് മഞ്ചേശ്വരത്ത് UDF വ്യാപകമായി കള്ളവോട്ടിന് ശ്രമം നടത്തുന്നതായി BJP. നാട്ടിലെത്താത്ത പ്രവാസി വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ UDF ശ്രമിക്കുന്നുവെന്നാരോപിച്ച് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പ്രവാസി വോട്ടർമാരുടെ സ്ലിപ്പുകൾ UDF പ്രവർത്തകർ ശേഖരിച്ചതിന് തെളിവുണ്ടെന്ന് NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ. എന്നാൽ വോട്ടർമാരെ BJP അപമാനിക്കുകയാണെന്നും യഥാർത്ഥ വോട്ടർമാർ ബൂത്തിലെത്തി K. സുരേന്ദ്രനെ തോൽപ്പിക്കുമെന്നും UDF സ്ഥാനാർത്ഥി AK മഷ്റഫ് മറുപടി നൽകി. 2016 NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് 89 വോട്ടുകൾക്ക് പരാജയപ്പെട്ടപ്പോൾ അന്ന് സ്ഥലത്തില്ലാത്ത പ്രവാസി വോട്ടുകൾ UDF പ്രവർത്തകർ പോൾ ചെയ്തത് ചൂണ്ടിക്കാട്ടി K. സുരേന്ദ്രൻ നിയമവഴി തേടിയിരുന്നു. 10 വർഷം മുൻപ് നടന്നതിന് സമാനമായി ഇത്തവണയും വ്യാപകമായി കള്ളവോട്ടുകൾ ചെയ്യുന്നതിന് UDF ശ്രമം നടത്തുന്നതായ ആരോപണമാണ് വോട്ടെടുപ്പിന് തലേന്നാൾ BJP ഉന്നയിച്ചിരിക്കുന്നത്. വിദേശത്തു നിന്നുള്ള വോട്ടർമാർ അവരിവിടെ സ്ഥലത്തില്ലാത്തവരുടെ എല്ലാം സ്ലിപ്പുകൾ, ഒഫീഷ്യൽ സ്ലിപ്പുകൾ മുസ്ലിം ലീഗിൻ്റെ BLOമാർ വഴി അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല നിലയിലുള്ള പരിശ്രമമാണ് പരാജയം ഉറപ്പായപ്പോൾ ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും ചെയ്തതുപോലെ കള്ളവോട്ട് ചെയ്ത് ജയിക്കാം എന്ന് ലീഗ് കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മഞ്ചേശ്വരം, കുമ്പള, മംഗൽപാടി, വോർക്കാടി പഞ്ചായത്തുകളിൽ കള്ളവോട്ട് നടക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതി. മുസ്ലിം ലീഗിന് മാത്രം സ്വാധീനമുള്ള 33 ബൂത്തുകൾ കേന്ദ്രീകരിച്ചാണ് കള്ളവോട്ടിന് ശ്രമിക്കുന്നതെന്നും BJP നൽകിയ പരാതിയിൽ പറയുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിന് മുന്നേ തോൽവി ഭയന്നുള്ള നീക്കമാണ് BJPയുടേതെന്ന് UDF ആരോപിച്ചു. സുരേന്ദ്രൻ ഈ മഞ്ചേശ്വരക്കാരൊന്നും പേടിപ്പിക്കാൻ വരണ്ട. യഥാർത്ഥ വോട്ടർമാർ വോട്ട് ചെയ്തിട്ട് വീണ്ടും സുരേന്ദ്രൻ തോൽപ്പിക്കും. ഒരു തർക്കവും വേണ്ട. പോളിംഗിന് തലേന്നാൾ കള്ളവോട്ട് ആരോപണവും മറുപടിയുമായി രാഷ്ട്രീയ കക്ഷികൾ രംഗത്ത് വന്നതോടെ മണ്ഡലത്തിൽ കനത്ത ജാഗ്രത പാലിക്കുകയാണ് പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.